എന്തിപ്പോ ഇങ്ങനെ നോക്കണേ? അളിയ, എന്റെ പൊന്നളിയ. എടാ ഇത് ഞാനാടാ, സക്കീറടാ, സ്കൂൾ പടി സക്കീറടാ. അനക്കെന്നെ മനസ്സിലായില്ലേ? ഞമ്മളെ പെൺകുട്ടികളെ വായി നോക്കി നടന്നൊക്കെ മറന്നു വെച്ചതൊക്കെ. എടാ അളിയ, ഇതിന്നൊക്കെ മറന്നോ? അല്ല സുക്കൂറെ, എത്ര മുടിയൊക്കെ കാട്ടിയത്? അപ്പൊ ഇജാണ് നമ്മളെ പെങ്ങളെ കാണാൻ വന്ന നോക്കിത്താത്ത. ഇന്നത്തെ കാലത്ത് ഒരു കല്യാണം നടത്താന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നോക്കാണ്ട്. നമ്മുടെ സ്റ്റേഷനിൽ ഒരു ദിവസം എത്ര കേസുകളാണ് വരുന്നത് നിങ്ങൾക്ക് അറിയോ? സ്ത്രീ പീഡനം, ഗാർഹിക പീഡനം, ആത്മഹത്യ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് എടുത്തു ചാടി ഒന്നും ചെയ്യണ്ട, നല്ലോ ആലോചിച്ചിട്ട് മതി. എനിക്കൊരു 100,000 പണികളുണ്ട്, എന്നിട്ട് പോലും ഞാൻ വരുന്നത് നിന്റെ ഒരു സങ്കടം കണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. ഇത്താത്താന്റെ തീരുമാനമാണ് ഞങ്ങളെ തീരുമാനം. സുക്കൂർ ഒരു പൊന്മുട്ടയിടുന്ന താറാവാണ്. ഓനെ ഞമ്മക്ക് കൂട്ടുപിടിച്ചാൽ ഇവിടെ എന്തെങ്കിലൊക്കെ ഒന്ന് നടക്കും. നോക്കിയിട്ട് കാര്യല്ല. പോലീസ് മാമനും വന്നിക്കണല്ലേ? ആ, ഈ പണ്ട് കഞ്ചാവ് കേസ് പെട്ട് ജയിലിൽ കിടന്നിട്ട് അന്ന് ഞാനാണ് എന്നെ ഇറക്കി തന്നത്. ആ, ഇപ്പോഴാണ് പിന്നെ എന്നെ കാണുന്നത്. ചിപ്പങ്ങളെ കാണായിട്ട് ഇടങ്ങാറായി കുത്തിറക്കല്ലേ ഞാന്. ആ, അന്റെ പെങ്ങളെ കല്യാണക്കാരിയാണ് ഇവിടെ പറയണത്. എന്താ എന്റെ തീരുമാനം? നല്ല കാര്യല്ലമ്മ. സുക്കൂറല്ലേ നമ്മളെ ചെക്കോ. നമ്മളെ കുട്ടീനെ എന്നോ കെട്ടിച്ചു കൊടുക്കണമ്മ ഓന്. പക്ഷേങ്കില് എനിക്കെന്തോ ആ ചെറുക്കനൊരു കള്ള ലക്ഷണം ഉണ്ട്. കള്ളന്മാർക്ക് പിന്നെ കള്ളലക്ഷണല്ലേ ഉണ്ടാവുള്ളൂ. ഇവർക്ക് എന്താ പറ്റിന്റെ കഥ? പൊന്നാരന്റെ അമ്മ, നമ്മളെ നാട്ടില് മാന്യന്മാരാണെന്ന് പറഞ്ഞ് നടക്കണോലൊക്കെ ഒക്കെ അലമ്പാളാ. ഒന്നിനും കൊള്ളൂല. ഇങ്ങോട്ട് നോക്കി, ഇപ്പൊ ഞാൻ താടി വെച്ച് നടന്നിട്ട് നാട്ടുകാരിപ്പോ എന്തൊക്കെയാ പറയുന്നുണ്ട്? കഞ്ചാവാണ്. ഞാനെന്ത് നിഷ്കുവാണ് അല്ലേ? എനിക്കെന്നാ ചെറുക്കനെ കാണാൻ പറ്റിയിട്ടില്ല. കണ്ടക്കണ എനിക്ക് 1-2 കാര്യങ്ങൾ വിശദമായിട്ട് ചോദിക്കാനുണ്ടായിരുന്നു അവനോട്. നിങ്ങളിപ്പോ ചോദ്യം ചെയ്യാം, ഓനെന്താ കൊലപ്പുള്ളിയോ? ഓനെ പ്രമുഖന്മാര് മുഴുവൻ നല്ല അഭിപ്രായം പറയുന്നുള്ളൂ. നിങ്ങളൊന്ന് പോയി കാണിയോടുന്ന്. അതെ, പ്രമുഖന്മാർക്ക് ഇഷ്ടമായിട്ടൊന്നും കാര്യമില്ല. ഓക്കെ, ആ സുക്കൂറിനെ പറ്റിയിട്ടില്ല. ഓക്കെ, ആ ബ്രോക്കറെ മോനാണ് ഇഷ്ടം. ആരെ? ആ തിരുപ്പൻ സഫീക്കിനെ? ആ നാറിനെ ഞാൻ എന്റെ തറവാട്ടിൽ ഞാൻ കേറ്റൂല. ഓനെ ഞാൻ അളിയാന്നും കൂടി വിളിച്ചണല്ലേ, നടക്കൂല. ഒന്ന് മാന്യമായിട്ട് സംസാരിക്കട്ടോ. അത് ഇച്ചിരി പൊളിച്ചു. ആ തിരുപ്പ എന്നെ കാട്ടിയ കാട്ടിൽ നിങ്ങൾക്ക് അറിയല്ലോ. 3 മണിയായി. 3:15 ഇപ്പൊ സ്വപ്ന വരിക. ഇന്ന് ഓളപ്പുള്ള വെള്ളാരം കണ്ണിനെ നോക്കണം. 3 മണി സ്വപ്നം വരാനുള്ള സമയമായല്ലോ. ചൊറുക്ക് കൂടിയ പഠിച്ചോനെ. തിരക്കടില്ലല്ലേ മാണം? അവിടെ തന്നെ കട്ടെ. ഞാൻ എങ്ങനെയാലും ഒരു പെണ്ണിനെ സെറ്റാക്കുമ്പോഴേക്ക് അവനവിടെ ചെറിയ നോക്കി വന്ന് നിൽക്കും. എങ്ങനെയാലും അവനെ ആട്ടിപ്പയച്ചേ പറ്റൂ. എവിടെ ഇപ്പൊ നമ്മളെ സ്വപ്ന കുട്ടി? എന്നെ ഞാൻ കാണിച്ചിരടാ. ഒരു കാര്യണ്ട്. എന്താണ്? പറയണോടൊന്നും ഉണ്ടായിട്ടല്ല. ആ നിക്കണ ചങ്ങായി ഉണ്ടല്ലോ, സ്കൂളും കോളേജും വിടുന്ന സമയത്തെ കഞ്ചാവും മയക്കുമരുന്നും ഇവിടെ കൊടുന്ന് വിൽക്കുന്ന പരിപാടിയാണ് അവന്. സത്യമാണ് ഞാൻ പറയണേ. ഇച്ചിപ്പത് കൊണ്ട് വലിയ ലാഭം ഉണ്ടായിട്ടൊന്നുമല്ല. നമ്മുടെ കുട്ടികളെ കഴിച്ചിലായിക്കോട്ടെ വിചാരിച്ചിട്ടാണ്. ഓൻ്റെ ആ താടി ഉണ്ടെങ്കിൽ ആ താടിക്കകത്താണ് ഈ കഞ്ചാവും മുഴുവൻ ഒളിപ്പിച്ചേക്കണേ. കേട്ടോ, എന്നാലേ എന്തൊക്കെയാണല്ലേ ഇവിടെ നടക്കണത്?
പണി വരുന്നുണ്ട് സക്കീറെ. ഓന്റെ താടി കണ്ടാൽ തന്നെ അറിയാം ഓൻ ശരിയല്ല. എന്താ എനിക്കവിടെ പരിപാടിടാ? ഒന്നുമില്ല. അതല്ല ഇത് കൊറേ നേരം ഇവിടെ നിക്കണേ. ഒന്നുമില്ല. എന്താ എനിക്ക് പരിപാടി പറ. ഒന്നുമില്ലേ? ഓന്റെ താടിന്റെ ഉള്ളിലാണുള്ളതേ. എത്തിനാപ്പ എനിക്ക് ഇത് അത് പൗഡറാണ് എങ്ങായി. എന്തായിരിക്കണം അവിടെ? കഞ്ചാവാ കഞ്ചാവാ കഞ്ചാവാ. അങ്ങനെ എന്റെ കയ്യിൽ നിന്ന് കൊടുക്കണ്ടടാ. എന്റെ അവസാനം നിന്റെ കൈ കൊണ്ടാടാ. മയക്കുമരുന്നോ? പോലീസിനെ വിളിക്കടാ. ഇമാരി പണി തന്ന് നാട്ടുകാരുടെ ഇടയിൽ ഇന്നെ കഞ്ചാവ് സക്കീറാക്കിയ ഓന് ഞാൻ എന്റെ പെങ്ങളെ കെട്ടിച്ചു കൊടുക്കണല്ലേ? നാട്ടക്കൂലട്ടോ. എന്തെങ്കിലും വിചാരം ഓളെ സുക്കൂറന്നെ കെട്ടു. അത് ശരിയാവൂല. അതിലെന്തോ പന്തികേടുണ്ട് മൊത്തത്തില്. ഇത്താത്താക്ക് ഇഷ്ടമില്ലാത്ത ഒരു കല്യാണം ഇവിടെ നടക്കൂല സക്കീറെ. ആര് പറഞ്ഞു നടക്കൂലെന്ന്? ബാപ്പില്ലാത്ത സ്ഥിതിക്ക് ഓളാങ്ങളെ ഞാൻ ഉണ്ട് ഇവിടെ. ഞാൻ നടത്തു. അതിന്റെ സ്വന്തം ചെലവില്. അതിനുള്ള ചങ്കൂട്ടൊന്നും ഇറക്കില്ലടാ സക്കീറെ. അത് നിങ്ങളെ വെറും തോന്നലാണ്. സക്കീർ നിങ്ങൾ വിചാരിച്ച മാതിരി പിച്ചക്കാരനൊന്നുമല്ല. ഓളെ കല്യാണം ഞാൻ അന്തസ്സോടെ നടത്തും. ഷാനെ കൊണ്ട് കല്യാണത്തിന് ഞാൻ സമ്മതിപ്പിച്ചു. ഇന്ന് രാത്രി നിശ്ചയം, നാളെ രാവിലെ നിക്കാഹ്, മറ്റന്നാളെ ഉച്ചക്ക് കല്യാണം. അത് ഞാൻ നടത്തും. സക്കീർ നടത്തും. എന്റെ എടുത്തുചാട്ടം നല്ലീനല്ലട്ടോ സക്കീറെ. ഒക്കെ നല്ലീനാണ്. ഓളെ കല്യാണം ഞാൻ ഉഷാറാക്കി നടത്തും. അത് വലിയ ആഡംബരമൊന്നും ഉണ്ടാവില്ല. പക്ഷെ സ്റ്റാൻഡേർഡ് ആയിക്കാണ്. മാണെന്നുണ്ടെങ്കിലേ കുറച്ച് നക്കിയാനാണ് പോയിക്കോണ്ടി. സക്കീറെ ഓന്റെ പെരടി കുറ്റിക്കൊന്ന് കൊടുക്കണോ? ഇങ്ങോട്ട് വന്ന് നിക്കേ. കല്യാണം ഒന്ന് നടത്തട്ടെ. ഓൻ നമ്മളെ വെല്ലുവിളിച്ചോണ്ട് പോയതല്ലേ. ഷഹാനെ കൊണ്ട് ഓൻ സമ്മതിപ്പിച്ചോളൂ. ആ എന്തായാലും കാര്യങ്ങളൊക്കെ നമ്മൾ കുട്ടിക്കടന്ന് ഷോക്ക് അടിച്ചു. എന്തൊക്കെയെങ്കിലും ഈ കാട്ടിക്കൂട്ടാ. ഇവനൊന്നും പറഞ്ഞിട്ട് ഇവനൊക്കെ എത്ര നേരായി വന്നു. എന്താ ഈ കാട്ടിക്കൂട്ടിന്? ഒന്ന് ബേ നോക്കിക്കൂടാ. എനിക്ക് ചേർക്കനും പെണ്ണും കൂടെ വരാനായി. കഴിച്ചും പറഞ്ഞിട്ട് എന്താ കാര്യം? നോക്കണേ, ഇതൊക്കെ ഇവിടെ ബാക്കിയായി കണക്കില്ലെന്ന് കൊറേ നേരായി. എവിടെ നോക്കിയാ പണി കഴിയൂതേ. മജീദേ, പാത്രങ്ങളൊക്കെ റെഡിയാ? ആ നജീബിനെ ഉള്ളി അരിയാൻ പറഞ്ഞാണ്. ഇപ്പൊ നജീബിനെ കാണൂല. ഇജി പോയിട്ട് ആ ഉള്ളി അരിഞ്ഞ ഇപ്പൊ തന്നെ. പിന്നെ എപ്പളാ ആ പാത്രം തട്ടിട്ട് കൂട്ടാ ഇടുത്തത്? പിന്നെ ഇത് എടുത്തക്ക എന്റെ ബാപ്പ വരും. അല്ല കുടുങ്ങിന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? എവിടുക്കാ പോണ്? നിക്കണ പഹയ അവിടെ. ഇവിടെ എന്നാ ആ കസാല കിട്ടി എടുത്തച്ചാ അങ്ങോട്ട് നിക്ക്. ഈ കസാലക്ക് നല്ല ഉറപ്പില്ലേ? എന്നെ ഉറപ്പില്ലാതെ നിങ്ങൾ ഇരുന്ന ഏത് കസേരയും പൊട്ടും. അല്ല ഒട്ടും പറഞ്ഞിട്ട് എന്താ കാര്യം? ചെറുക്കനും പെണ്ണിനും വന്ന് ഇരിക്കാനുള്ളതാണേ. നമ്മളെ കഞ്ചാവ് സക്കീർ നടത്തുന്ന പരിപാടിയാണെങ്കിലും സംഗതി ചോറ. എപ്പ കണ്ടാലും ഇവള് ഒന്നാമത് ഫോണില. ഇങ്ങള് രണ്ടാൾ കണ്ടാ വർത്താനം പറയാം. ആ പെണ്ണിനെ ഇവിടെ ഇരുത്തണ്ടേ? ഒരു കാര്യമില്ല. ആ സുക്കുറാച്ച ഡ്രസ്സ് മാറ്റാൻ പോയിട്ട് വന്നിട്ടില്ല. ഇനി ഓനെ പോയി നോക്കണ്ടേ? എല്ലാം എന്റെ തലയിലാണ്. ഓള് റെഡി ആയിക്കൊണ്ടിരിക്കാണ്. ഒളിപ്പ വരും വരും പറഞ്ഞിട്ട് അതുകൊണ്ട് എന്താ കാര്യം? എന്നാ ഞാൻ സുക്കൂറിനൊന്ന് പോയി നോക്കണം. ഇനി ഓനെ ഞാൻ ചെന്ന് നോക്കണം. ഇവള് നോക്കൂല. ബേജാറ് എന്റെ തലയിലാണ്. അതുകൊണ്ടാണ് ഈ ബേജാറ്. എല്ലാം നിന്റെ തലയിലാണ്. ഒരു മനുഷ്യന് ഒരു ഒഴിവില്ല, ഒരു തൊഴിലും തരുന്നില്ല. അടക്കാന് മജീദേ, അന്നെ ഉള്ളിയരെ അവിടെ നിന്ന് പറഞ്ഞയച്ചതല്ലേ? ഇജ എന്താ ഇവിടെ വന്നിരിക്കട്ടെ? ഇജി കുട്ടികളൊപ്പം കേട്ട് എന്ത് തൊഴിലും തരട്ടെ? അന്നെ ഉള്ളിയരെ അങ്ങോട്ട് പറഞ്ഞയച്ചതല്ലേ? പപ്പാന്റെ കുട്ടി ഇവിടെ ഇരിക്കുക. പപ്പാന്റെ കുട്ടിയാ പുതിയണ്ണേ. എന്നാ അവിടെ ഇരുന്നിട്ടാ പപ്പ ചോറായിക്കൂടോന്ന് പോയി നോക്കട്ടെട്ടാ. ഈ ചെറുക്കനെ എനിക്ക് കിട്ടണമില്ല. ആർക്കാ ഫോൺ ചെയ്യണ്ടേ? ഞാൻ ആ സച്ചുവിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. സച്ചു? ഞാൻ ആ പെണ്ണുമായിട്ട് വരാൻ പറഞ്ഞതാ. ഇവിടെ ഒരു കാര്യ സമയത്ത് ഇജ്ജ് ഫോണും ഇങ്ങനെ കുത്തി കളിച്ചിട്ടത്. ഇവിടെ ഈ പരിപാടി നടക്കണ്ടൊക്കെ ഇജ്ജ് കാണില്ലേ? ആ ചെറുക്കനെ വിളിക്കാണ്ടെങ്ങനെ? ഈ ചെങ്ങായി ആ സക്കീറുണ്ടല്ലോ, ഇതൊക്കെ നല്ല ഉഷാറായി കണ്ട നടത്തി. എന്തിന് കുടുംബക്കാരൊന്നും കൂട്ടാതെ കുറച്ച് ആൾക്കാരെ വിളിച്ചിട്ടുള്ളൂ. ഉള്ളത് നല്ല വൃത്തിയായിട്ട് ചെയ്തു.
പരിപാടി ജോറായി. പരിപാടി ജോറല്ലാന്ന് ഞാൻ പറഞ്ഞോ. ആ ചെറുക്കനെ കാണാൻ ചെറുക്കനെ എങ്ങനെ കാണാ? ഇതിങ്ങനെ കുത്തിന്നാ ചെറുക്കനെ കാണുമോ? ഞാൻ ഒന്ന് വിളിച്ചട്ടെ. എന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. താലപ്പിരാന്ത് പിടിച്ചു. മനസ്സനടങ്ങാറാക്കാൻ വേണ്ടിട്ട് അനക്കവിടെ നീച്ചു പോരാനായില്ല പെണ്ണെ. പൊന്നൊച്ചിങ്ങനെ ഇറങ്ങിപ്പോന്ന അന്റെ ഇപ്പാക്ക് പിരാന്താണ്. അത് ഈ വഴിക്കൂടി വന്നിട്ട് ഈ വഴിക്കൂടി എങ്ങനെ പോയിട്ട് അങ്ങനെ കേട്ടോ ഇത് ഇവിടുന്ന് ഇങ്ങനെ അങ്ങനെ കേട്ടോ ഇങ്ങനെ കേട്ടോ വരേണ്ടത്. ആ വരുന്നതാണ് സുക്കൂറിന്റെ വാപ്പ. അസ്സലാമലൈക്കും. വലൈക്കും ഇതാണ് അസ്സലാം. ഞങ്ങളെ വലിയ കാക്ക. ആ ആ ആ സക്കീറേ, സുക്കൂറിന്റെ ബാപ്പയുടെ അറിയില്ലേ? അറിയാലോ. സംഭവം ഉസാറായിട്ട് കേട്ടോ. അഞ്ച പങ്ങളെ കല്യാണല്ലേ. അപ്പൊ അതാണ് പറഞ്ഞത്. ഞാൻ ഉസാറാക്കാക്കുവോ? കസാലൊക്കെ കണ്ടില്ലേ? ഉഷാറായില്ലേ? ഉസാറായിക്കോളും. ഞമ്മക്ക് പെരുത്തി ഇഷ്ടായി. പുകൊക്കെ നാല ചോർക്കായി നന്നായിക്കോളും. ഞാൻ മണ്ടുന്നത്. ഞാൻ മണ്ടുന്നത്. ആയിക്കോട്ടെ. രാമന്മാരാണ് ഇത്ര മ്യാമന്മാര്. ഓന്റെ സ്വഭാവം കണ്ടില്ലേ? ഒന്ന് കച്ചട്ടെ കാണിച്ചു കൊടുക്കാനേ. എവിടെ ഈ ചെറുക്കം പോയി കിടക്കണേ? ഷെഫിക്ക, ഷെഫി ഒന്ന് കണ്ട് വായേ. നിങ്ങളൊന്ന് പോയി ഓ അന്റെ പുടിച്ചിത്തരം പെടി കാട്ടണോ? ഇജ്ജിങ്ങട് പോന്നാ. നിങ്ങൾ പോയി കഴിഞ്ഞു. അന്റെ ഒപ്പം നടക്കാൻ തന്നെ എനിക്ക് മടിയാ. ഐ, വല്ലാത്തൊരു ജന്തു. ഇതേതാ ഈ വെള്ളക്കുപ്പായിട്ട സാന്റാക്ലോസ്? ഇത്രോസിന്റെ മകനല്ലേ? ഇജെന്താ ഇവിടെ ഞാൻ പരിപാടിക്കൊന്ന് ഒരു പണി എടുക്കാതെ വെറുതെ നിക്ക? ആ ചെമ്പൊന്ന് പോയി കേക്കി കൂടെ എനിക്ക്. ഞാനാ? പിന്നെ ആരാ? ഞാനോ? വെള്ളക്കാക്ക, ഇത് ഓലെടുത്തുന്ന പരിപാടിയല്ലേ? ആര് നടത്തിട്ടാണെങ്കിലും അതിന്റെ തലയിലാണ്. അതിന് നമ്മളിവിടെ പണിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മള് കീശയിൽ കയ്യും വെച്ച് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നാൽ മതി. നമുക്ക് അനക്ക് എന്തിനാ പോയി? നമുക്ക് വേണ്ടേ? ഏതായാലും ഇത് നടക്ക്. അവിടെ പോയി മോറാത്. ഹൈദ്രോസൻ, ഇതെന്റെ മകനല്ലേ? ഇതെന്താ ഓനെ? ഓനൊന്ന് നോക്കച്ച്. ഓനൊരു പണിയില്ലാതെ അവിടെ നിൽക്കുകയാണ്. ഇതിന്റെ തലയിലാണ്. പാത്രവും മോറൂല, ഒരു പണി എടുക്കൂല. സെക്യൂരിറ്റിന്റെ പരിപാടി ഞാൻ എടുക്കൂല. ഇങ്ങനത്തെ ഒരു മകനെ കൊടുത്ത് തിന്നാ മാത്രം പറ്റുള്ളൂ. പൊന്നാരന്റെ ഷെഫിക്ക് ഇതൊന്നും മിണ്ടാണ്ട് നിൽക്ക്. അന്നെ കൊണ്ട് കഴിഞ്ഞ എന്തെങ്കിലും ഒരു പണി എടുത്തു കൊടുക്കണം. നിങ്ങളൊന്നും മുണ്ടാനാണ് അപ്പേ. ഇത് നമ്മടുത്തുന്ന പരിപാടിയല്ല, ഓലെടുത്തുന്ന പരിപാടിയാണ്. അങ്ങനല്ല, ഞാൻ നമ്മളുടെ കൂടി കൂടിയാണ്ട് ഇങ്ങനെ നമ്മൾ കൂടണ്ട. അതാണ് ഞാൻ പണിയെടുക്കൂല. ഹൈദ്രോസെ, ഒരു മകനെ വളർത്തുമ്പോ മര്യാദക്ക് വളർത്തണ്ടേ? ഇതിനൊക്കെ എന്റെ സുക്കൂറിനെ കണ്ടുപഠിച്ചോട്ടെ. ഒരു പരിപാടിക്ക് ഒന്നിനും പറ്റൂല. വെറുതെ തന്നെ നടന്ന് തിന്നാണ്. ഈ സാന്റാക്ലോസിനെ മിക്കവാറും ഇതാണോ അവന്റെ വർത്താനം? ഓ അന്റെ പൊടിച്ചിത്തര ഒന്നും വിട്ടുകാണ്ട് എന്തെങ്കിലും ഒരു പണി എടുത്തോക്കെ ഷെഫിക്ക്. അവിടെ പാത്രങ്ങൾ ഒരു ലോഡ് കിടക്കുന്നു. അതൊന്ന് പോയി മോറിക്കോ. ചെമ്പെങ്കിലും മോറി കൊടുക്കടാ ഷെഫിക്ക്. ചെമ്പ് ഞാന് അത് രസിച്ചോണ്ട് ചെമ്പ് പോരെ. നിങ്ങളൊന്നും മുണ്ടാ പോയിക്കണേ അപ്പേ. വെറുതെ ഈ നൃത്തം നിന്നിട്ടൊന്നും കാര്യമില്ല. ഇതൊക്കെ ഇന്ത്യ തലയിലാണ്. എന്താ എന്റെ വിചാരം? ഞാൻ ആകെ കുടുങ്ങിക്കണം. പെരും മടി പാണ്ടാറടക്കാനായിട്ട്. ഏതയാളെ എത്താ മനുഷ്യന്മാരെ കൊണ്ട് പറയിപ്പിക്കല്ല എന്റെ ഷെഫിക്ക. ആദ്യം തുടങ്ങി. സുക്കൂറാ, എനിക്ക് ഇറങ്ങാനായില്ലേ? പൊന്നാരന്റെ വാപ്പ ഇന്നിന്റെ കല്യാണമാണ്. ഞാൻ എപ്പോഴും വരാം. മനുഷ്യന്മാരുടെ ഇടയിൽ വഷളാക്കില്ല. നടക്കാൻ. നടക്കാൻ. ഇതാണ് എന്റെ മകൻ സുക്കൂർ.